وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. ജംബ്രീകരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, ഇന്നഹു ഖുലിഖ കുല്ലു ഇൻസാൻ മിൻ ബനി ആദം അലാ 60 വ 300 മഫ്സൽ. അതായത് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് 360 സന്ധികളിലാണ്. നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളുടെ യോജിപ്പിനാണ് സന്ധികൾ എന്ന് പറയുന്നത്. അതിന്റെ കണക്ക് എന്താണെന്ന് അല്ലാഹു ആലം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു 360 സന്ധികളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഫമൻ കബ്ബറ അല്ലാഹു വഹമിദ അല്ലാഹു വഹല്ലല അല്ലാഹു വസബ്ബഹ അല്ലാഹു വസ്തഗ്ഫറ അല്ലാഹു, ഈ പറഞ്ഞ തക്ബീറോ തഹ്മീദോ തഹ്ലീലോ അതുപോലെ തസ്ബീഹോ ഇസ്തിഗ്ഫാറോ ഇങ്ങനെ എന്തുമാകട്ടെ, ഇതെല്ലാം കൊണ്ട് ഒരാൾ ഇതെല്ലാം ചൊല്ലിക്കൊണ്ട്, അതല്ലെങ്കിൽ വഅസല ഹജറൻ അൻ ത്വരീഖിൻ നാസ്, ആളുകളുടെ വഴിയിൽ നിന്നും ഒരു മാർഗ തടസ്സം മാറ്റുകയോ അല്ലെങ്കിൽ ഒരു മുള്ള നീക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നീക്കുകയോ ഒരു നന്മ കൽപ്പിക്കുകയോ ഒരു തിന്മ വിരോധിക്കുകയോ, ഇങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരു ദിവസം ഈ പറഞ്ഞ 360 എണ്ണം എത്തുകയാണെങ്കിൽ ഒരാൾ എന്തുമാകട്ടെ, നമുക്കറിയാം പല രീതിയിലുള്ള ദിക്റുകൾ, 100 ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 100 തവണ ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദിനേന രാവിലെയും വൈകിട്ടും അങ്ങനെ 100 തവണ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള ഒരു സുന്നത്താണ്. നമുക്കറിയാം അതിന് വലിയ ശ്രേഷ്ഠതകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി അദ്കാർ സുബാഹിലും മസായിലും 100 തവണ ചൊല്ലുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണം പറഞ്ഞിട്ടുള്ള ദിക്റുകളുണ്ട്, അല്ലാത്തതുണ്ട്. ഇങ്ങനെ ദിക്റുകളാകട്ടെ, ഈ പറഞ്ഞ നന്മകളാകട്ടെ, എന്തു ആകട്ടെ, ഒരു ദിവസം 360 എല്ലാം കൂടി തികഞ്ഞാൽ എന്തു സംഭവിക്കും? യുംഷി യൗമ ഇദിൻ ഫഖദ് സഹസഹ നഫ്സഹു വലില്ലാ, അന്നേ ദിവസം അയാളെ തന്നെ നരകത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമായി നമ്മൾ കാണണം. നരകമോചനം എന്നുള്ളത് അത്ര എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ല. നമ്മൾ കരുതുന്നത് പോലെ അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാവുന്ന ഒന്നല്ല നരകം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ നമ്മളെ അറിയിക്കുന്ന കാര്യം അതാണ്. ഇന്ന അദാബഹ കാന ഗറാമ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ. റബ്ബേ, ഞങ്ങളിൽ നിന്നും ഈ നരക ശിക്ഷ നീ തട്ടിയകറ്റണമേ. തീർച്ചയായിട്ടും അത് വിട്ടൊഴിയാത്തൊരു വിപത്താകുന്നു. അങ്ങനെ എളുപ്പമൊന്നും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമല്ല നരകശിക്ഷ. അപ്പോൾ ആ നരകത്തിൽ നിന്നും നമ്മളെ തന്നെ മോചിപ്പിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ പ്രയോഗം അത് വളരെ ഗൗരവമുള്ളതായി നമ്മൾ കണ്ടുകൊണ്ട് ഒരു ദിവസം എങ്ങനെയെങ്കിലും ഈ നന്മകൾ, ഈ ദിക്റാകട്ടെ, എന്തുമാകാം, ഈ ദിക്റിലൂടെയോ നന്മകളിലൂടെയോ എല്ലാം ഒരു 360 എണ്ണം തികയ്ക്കുന്ന ഒരു രീതി, ഒരു സമ്പ്രദായം നമുക്കുണ്ടായാൽ ഇൻഷാ അല്ലാഹ് അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ നന്മകളുമാകും. അതോടൊപ്പം നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന നരകശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷയും ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ അറിഞ്ഞ രീതിയിൽ കഴിവതും പരമാവധി ജീവിതത്തിലേക്ക് പാലിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.